4 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്തെ റോഡിൽ കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനം. റോഡിൽ സ്ഥിരമായി ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതിനും ബസ് പേ മാറ്റുന്നതിനുൾപ്പെടെയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്നലെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. നിലവിൽ റോഡിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഡയമണ്ട് കട്ടിംഗ് നടത്തി ഗ്രിപ്പ് വരുത്തിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുണ്, പനയമ്പാടത്തെ റോഡിൽ കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനമായിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും 4 കുട്ടികളുടെ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ ഈ പനയമ്പാടത്തെ റോഡിൽ ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ നടപടികൾ വേണം. ഈ റോഡിൽ ഇനിയൊരു ജീവൻ പൊലിയരുത് എന്നുള്ളൊരു ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു. വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇപ്പോഴേതായാലും കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടം എന്നോണം അവിടെ ഈ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ റോഡിൽ ഡയമണ്ട് കട്ടിംഗ് നടത്തുകയും ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും പോലീസിനെ വിന്യസിച്ചുകൊണ്ട് അവിടുത്തെ വാഹനങ്ങൾ വളരെ വേഗത കുറഞ്ഞാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുകയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രാഥമികമായിട്ട് അത്തരം നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. ഏതായാലും ഇന്നലെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ ഇനിയും കൃത്യമായി ഒരു സ്ഥിരമായിട്ട് തന്നെ റോഡിൻ്റെ നടുവിൽ ഡിവൈഡർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ, കാരണം അവിടെ മഴ പെയ്യുമ്പോഴാണ് എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ വാഹനങ്ങൾ മറിയുന്നതിനൊരു പ്രധാന കാരണം എന്നുള്ളത് റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതുമാണ് എന്നുള്ളതൊരു കണ്ടെത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ബസ് ബേ അവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം നടപടികളൊക്കെ ഉടൻ തന്നെ ഉണ്ടാവും. മാത്രമല്ല ഇതിൻ്റെ ഒരു രൂപരേഖ ഉടൻ തന്നെ ഹൈവേ അതോറിറ്റിക്ക് സമർപ്പിക്കും, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സമർപ്പിക്കും എന്നുള്ളതാണ് മന്ത്രി ഉൾപ്പെടെ പറയുന്നത്. ചുവപ്പ് നാടയിൽ കുടുങ്ങാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെ നടപടികൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഏതായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെയൊക്കെ അവർ പരാതിയായിട്ട് ഉന്നയിച്ചിരുന്ന ഒരു കാര്യം, എപ്പോഴും നടപടി എടുക്കാം എന്നൊക്കെ പറയും, പിന്നീട് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും അത്തരത്തിലല്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുമെന്നാണ് മന്ത്രി ഉൾപ്പെടെ പറയുന്നത്. അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് ഇനിയൊരു ജീവൻ പൊലിയാത്ത തരത്തിൽ അവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമാവും എന്നുള്ളതാണ്. ശരി അരുണ, 4 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്തെ റോഡിൽ കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനമായിട്ടുണ്ട്. റോഡിൽ സ്ഥിരമായി ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതിനും ബസ് പേ മാറ്റുന്നതിനടക്കം തീരുമാനം ആയിട്ടുണ്ട്. ഇന്നലെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം ആയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ.